Hi, Namaskaram. ഞാൻ ഡോക്ടർ കാവ്യ അരുൺ, വെൽനസ് കോച്ച് ആൻഡ് ലൈഫ് സ്റ്റൈൽ ഫിസിഷ്യൻ. റീഡിഫൈൻ യുവർ ലൈഫ് എന്ന 100 ഡേയ്സ് വെൽനസ് പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡേ 9ലേക്കാണ് നമ്മൾ കടക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ സ്ട്രെസ് മാനേജ്മെന്റിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ എല്ലാവരും സംശയിച്ചിരിക്കും ഇത് എന്ത് ടൈപ്പ് സ്ട്രെസ് മാനേജ്മെന്റ് ആണ്. കാരണം സാധാരണ എല്ലാവരും മെഡിറ്റേഷനും അതേപോലെ യോഗയൊക്കെയാണ് പറയാറ് സ്ട്രെസ് മാനേജ്മെന്റിന്. പക്ഷെ ഞാൻ പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ തോട്ട്സ് കറക്റ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. നിങ്ങളുടെ നെഗറ്റീവ് തോട്ട്സിനെ മാറ്റി പോസിറ്റീവ് ആക്കുക. അത് എന്തെങ്കിലും ഒരു നെഗറ്റീവ് തോട്ട്സ് വരുമ്പം അതിനെ പോസിറ്റീവ് ആക്കിയിട്ട് ഫോഴ്സ്ഫുള്ളി മാറുക. അതായത് ഫുൾ ടൈം മൈൻഡ്ഫുൾ ആയിട്ടിരിക്കുക. നിങ്ങളുടെ തോട്ട്സ് എന്താണ് വരുന്നത്, എന്ത് തോട്ട്സാണ് എനിക്ക് വരുന്നത്, ഇല്ല നെഗറ്റീവാണ്, അത് പോട്ടെ, ഇനി പോസിറ്റീവായിട്ട് അതിന് പകരം എന്താണ് എനിക്ക് ചിന്തിക്കാൻ പറ്റുക, അതിനെക്കുറിച്ച് ചിന്തിക്കുക. സ്ട്രെസ് ഹാൻഡിൽ ചെയ്യാൻ നമുക്ക് ബേസിക് ആയിട്ട് വേണ്ട ടൂൾ എന്താന്ന് വെച്ചാൽ ഹാപ്പിനെസ് ആണ്. നമ്മൾ ഇറിറ്റേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ദേഷ്യപ്പെട്ടിട്ടുള്ള, നമ്മൾ സങ്കടപ്പെട്ടിട്ടുള്ള ആ ഒരു ഇമോഷൻസിനെ ഫൊഗറ്റ് ചെയ്തിട്ട് ഫുൾ ടൈം ഹാപ്പി ആയിട്ടിരിക്കുക. ചിരിച്ചുകൊണ്ട് പ്രശ്നങ്ങളെ സോൾവ് ചെയ്യാം. അതായത് നിങ്ങളുടെ ബോഡി ആക്ഷൻസ് മാറുമ്പോൾ നിങ്ങളുടെ മൈൻഡ് മാറും. ഫോർ എക്സാമ്പിൾ, നിങ്ങളിപ്പോൾ ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിട്ടിരിക്കുക, ദേഷ്യപ്പെട്ടിരിക്കുക. അപ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്നതിന് പകരം പെട്ടെന്ന് നിങ്ങളുടെ തോട്ട്സ് ഷിഫ്റ്റ് ചെയ്തിട്ട് ഒരു പാട്ടിട്ട് ചുമ്മാ ഒന്ന് ഡാൻസ് കളിച്ച് നിങ്ങളുടെ ആ ഒരു ഇമോഷൻസ് കംപ്ലീറ്റ് മാറി നിങ്ങൾക്ക് ബോഡി ഭയങ്കര പോസിറ്റീവായിട്ട് മാറും. ഇവിടെ എന്താ സംഭവിക്കുന്നത്? യഥാർത്ഥത്തിൽ നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നത് നമ്മുടെ തോട്ട്സിനെ ബേസ് ചെയ്തിട്ടാണ്. നമ്മൾ ഒരു സങ്കടപ്പെട്ട തോട്ട്സ് ആണ് ഉണ്ടാക്കുന്നതെങ്കിൽ ബ്രെയിൻ അതിനനുസരിച്ചിട്ടുള്ള ഹോർമോൺസ് ആണ് റിലീസ് ചെയ്യുന്നത്. നമ്മളൊരു പോസിറ്റീവ് ആയിട്ടുള്ള നല്ല ഹാപ്പി ആയിട്ടുള്ള തോട്ട്സിലേക്ക് നമ്മൾ ഫോഴ്സ്ഫുള്ളി മാറുമ്പോൾ ബ്രെയിൻ അതിനനുസരിച്ചിട്ടുള്ള ഹോർമോൺസ് റിലീസ് ചെയ്യും. അപ്പോൾ നമുക്ക് ആ സങ്കടം ഉണ്ടെങ്കിലും ബ്രെയിൻ റിലീസ് ചെയ്യുന്ന ഹോർമോൺസിനനുസരിച്ച് നമ്മളെ ബോഡി റിഫ്ലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ആ സങ്കടത്തിൽ നിന്ന് മാറി ഹാപ്പി ആയിട്ട് ഓട്ടോമാറ്റിക്കലി ടേൺ ചെയ്യും. ഇവിടെ നമ്മൾ ബ്രെയിനിനെ പറ്റിക്കുകയാണ്, എങ്കിൽ കൂടി നമ്മളെ ബോഡിക്ക് അത് ഹെൽപ്ഫുൾ ആയിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ടാസ്ക് മറ്റൊന്നുമല്ല, 24/7 നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കാൻ ശ്രമിക്കുക. ഇനി നിങ്ങൾ എത്ര ഹാപ്പി അല്ലെങ്കിലും നിങ്ങളിങ്ങനെ ചുമ്മാ സന്തോഷം ആക്ട് ചെയ്യുക. കാരണം ഈ ഹാപ്പിനെസ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ട്രെസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. സ്ട്രെസ് കൺട്രോൾ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ലൈഫ് സ്റ്റൈൽ ഡിസീസസ് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. എങ്കിൽ മാത്രമേ നമുക്ക് ഹെൽത്തി ആയിട്ടിരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. ബി ഹാപ്പി ആൻഡ് സ്റ്റേ ഹെൽത്തി. താങ്ക് യു.